Hello, good morning. Welcome to Learning Now. നമ്മൾ ഈ ഒരു വീക്കിൽ കീം ഫിസിക്സ് യൂണിറ്റ് 7 പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്റർ എന്നൊരു യൂണിറ്റിലെ പ്രഷർ ഡ്യൂ ടു എ ഫ്ലൂയിഡ് കോളം ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സോ പ്രഷർ ഡ്യൂ ടു എ ഫ്ലൂയിഡ് കോളം. അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. എന്താണ്? ഒരു പെർപെൻഡിക്കുലർ വെയിറ്റ്. ഓക്കെ, ഒരു സർഫേസിലുള്ള ഒരു പെർപെൻഡിക്കുലർ വെയിറ്റ്, ഒരു ഒബ്ജക്റ്റിന്റെ സർഫേസിലുള്ള ഒരു പെർപെൻഡിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് അത് ഡിവൈഡ് ആകുകയാണ് ആ ഒരു ടോട്ടൽ ഏരിയ. ഓക്കെ, അവിടെ എത്രത്തോളം ഫോഴ്സ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ ആ ഒരു ഏരിയയിലേക്ക് അത് അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതാണ്. അതിനെയാണ് നമുക്ക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി പെർപെൻഡിക്കുലർ വെയിറ്റ് ഓൺ ദ സർഫേസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിന്റെ പെർപെൻഡിക്കുലർ വെയിറ്റ് ആണ് ആ സർഫേസിലേക്ക് കൊടുക്കുന്നത്. അതെന്ന് പറയുന്നത് ആ ഒരു യൂണിറ്റ് ഏരിയ, ആ ഒരു ഫോഴ്സ് എത്രത്തോളം ഭാഗങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അതിനെ ആ ഒരു യൂണിറ്റ് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്താണോ അതാണ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? ലെറ്റർ പി ആണ്. ഓക്കെ, അപ്പൊ ഒരു പ്രഷർ ഡ്യൂ ടു ഫ്ലൂയിഡ് കോളം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ അതിനെ കുറിച്ച് പറയുന്നത്? ആ ഒരു ഫ്ലൂയിഡിന്റെ ഡെപ്ത് ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് ആ ഒരു പ്രഷർ ഓഫ് ദ ഫ്ലൂയിഡ് നമുക്ക് ഇൻക്രീസ് ആകും. ഓക്കെ, അപ്പൊ ഫ്ലൂയിഡ് പ്രഷറിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ പ്രഷർ ഇൻ എ ഫ്ലൂയിഡ് ദാറ്റ് ഇൻക്രീസസ് വിത്ത് ഫ്ലൂയിഡ്സ് ഡെപ്ത് ആൻഡ് വെയിറ്റ്. ആ ഒരു ഫ്ലൂയിഡിന്റെ ഡെപ്തും വെയിറ്റും ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് ആ ഒരു ഫ്ലൂയിഡ് പ്രഷറും ഇൻക്രീസ് ആകും. ഓക്കെ, അപ്പൊ ഫ്ലൂയിഡ് പ്രഷറിനെ നമ്മൾ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്? ഒരു പ്രഷർ, ഒരു ഫ്ലൂയിഡിൽ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്തിനനുസരിച്ച് ഇൻക്രീസ് ആകും? ആ ഫ്ലൂയിഡിന്റെ ഡെപ്തിനും വെയിറ്റിനും അനുസരിച്ച് ഇൻക്രീസ് ആകും. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. സോ പ്രഷർ ഓഫ് ദി ഫ്ലൂയിഡ് വിച്ച് ഇസ് ഈക്വൽ ടു P plus rho GH. What is P is equal to pressure at fluid which is equal to P plus P rho GH ആണ്. Where P എന്ന് പറഞ്ഞാൽ എന്താണ്? It denotes the pressure at the point of reference. അപ്പോൾ ഏതൊരു point of reference വെച്ചിട്ടാണോ നമ്മൾ പ്രഷർ മെൻഷൻ ചെയ്യുന്നത് ആ ഒരു പ്രഷറാണ് P എന്ന് പറഞ്ഞൊരു ലെറ്ററിൽ ഡിനോട്ട് ചെയ്യുന്നത്. P ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സ്പെസിഫിക് പോയിന്റ്, ആ ഒരു ഫ്ലൂയിഡിന്റെ ഒരു സ്പെസിഫിക് പോയിന്റിൽ ഉണ്ടാകുന്ന പ്രഷറിനെയാണ് P ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. Then rho എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, ഡെൻസിറ്റി ആണ് അല്ലെ? ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിനെയാണ് റോ എന്ന് പറയുന്നത്. G എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതായത് G is equal to 9.8 meter per second square ആണ്. ആൻഡ് H എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു പോയിന്റ് ഓഫ് റെഫറൻസിനെ ബേസ് ചെയ്തിട്ട് എത്രത്തോളം ഹൈറ്റ് വരുന്നുണ്ടോ അതാണ് H എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കറിയുന്ന പ്രഷർ ഓഫ് ഫ്ലൂയിഡിന്റെ ഇക്വേഷൻ എന്താണ്? P plus rho GH ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തത് ഫ്ലൂയിഡ് പ്രഷർ എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് force per unit area on an object in the fluid or on the surface of a closed container. ഓക്കെ, അപ്പൊ നമുക്കൊരു യൂണിറ്റ് ഏരിയയിൽ, ഒരു ഫ്ലൂയിഡിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ഒരു യൂണിറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറയാം. അതല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ, ഒരു സർഫേസിലുള്ള ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ ഉണ്ടാകുന്ന ആ ഒരു പെർ യൂണിറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറയാം. ഓക്കെ, അതെന്ന് പറയുന്നത് ആ ഒരു എന്തിനൊക്കെ കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്? ആ ഒരു എക്സ്റ്റേണൽ പ്രഷർ ഓൺ ദ കണ്ടെയ്നർ ഓഫ് ദ ഫ്ലൂയിഡിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗ്രാവിറ്റി, ദെൻ ആക്സിലറേഷൻ, ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഈ ഫ്ലൂയിഡ് പ്രഷറിനെ എഫക്ട് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് അപ്പാരന്റ് ദാറ്റ് fluid matters do not have an absolute shape or form. അപ്പൊ നമുക്കറിയാം ഫ്ലൂയിഡ് മാറ്ററിന് നമുക്ക് അതിൻ്റെതായ ഒരു ഷേപ്പോ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ആയിട്ട് ഒരു ഷേപ്പോ അല്ലെങ്കിൽ ഒരു ഫോമോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ്? അപ്പൊ ആ ഒരു പ്രഷർ ഡ്യൂ ടു ഫ്ലൂയിഡ് ഒരു കോളത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു ഷിഫ്റ്റിംഗ് ഓഫ് വെലോസിറ്റി. ഓക്കെ, ആ ഒരു വെലോസിറ്റിയുടെ ഷിഫ്റ്റിംഗ്, അതല്ലെങ്കിൽ ആ ഒരു ഹൈറ്റൻഡ് ഹൈഡ്രോളിക് മെക്കാനിസം ഓഫ് ഫ്ലൂയിഡ്, ഈ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ആ ഒരു ഫ്ലൂയിഡ് പ്രഷർ ഉണ്ടാകുന്നത്. ഓക്കെ, ആ ഒരു പ്രഷർ ഡ്യൂ ടു ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെയായിരിക്കും നമുക്ക് വരുന്ന അബ്സല്യൂട്ട് ഷേപ്പോ അല്ലെങ്കിൽ നമുക്കൊരു ഫോമോ ഒന്നും നമുക്ക് ആ ഒരു ഫ്ലൂയിഡിന് പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഒരു ഷിഫ്റ്റിംഗ് ഓഫ് വെലോസിറ്റി കാരണം, അതല്ലെങ്കിൽ ആ ഒരു ഹൈഡ്രോളിക് മെക്കാനിസം ഓഫ് ഫ്ലൂയിഡ്, ഇതിലൊക്കെ കാരണമായിരിക്കും നമുക്ക് ആ ഒരു ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? ഫ്ലൂയിഡ് പ്രഷർ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് ആക്സിലറേഷൻ. ആക്സിലറേഷനും ഗ്രാവിറ്റിയും കാരണം ഫ്ലൂയിഡ് പ്രഷർ എങ്ങനെയായിരിക്കും വരും? നമ്മൾ പറഞ്ഞു ഇപ്പൊ അങ്ങനെ റീസൺസ് കാരണമായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, സോ പ്രഷർ ഓൺ എ ഫ്ലൂയിഡ് കോളം ഈസ് ജനറേറ്റഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ കണ്ടെയ്നർ ദാറ്റ് ദ ഫ്ലൂയിഡ് ഈസ് സ്റ്റോർഡ്. അപ്പൊ എവിടെയാണോ നമ്മൾ ആ ഫ്ലൂയിഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ ഒരു കണ്ടെയ്നറിന്റെ ബോട്ടത്തിൽ നിന്നായിരിക്കും നമുക്ക് കൂടുതൽ എന്ത് വരുന്നത്? ഫ്ലൂയിഡ് പ്രഷർ ഉണ്ടാകുന്നത്. ഓക്കെ, ആ ഒരു പ്രഷർ ഓൺ ദ ഫ്ലൂയിഡ് കോളം എന്ന് പറയുന്നത് കൂടുതലായിട്ട് വരുന്നത് എവിടെയായിരിക്കും? നമുക്ക് ആ ഒരു പറയുന്ന ഫ്ലൂയിഡ് സ്റ്റോർ ചെയ്തിരിക്കുന്ന കണ്ടെയ്നറിന്റെ ബോട്ടത്തിലായിരിക്കും. ഓക്കെ,
So volume of fluid exerts pressure at the bottom of everything underneath it. Okay. അപ്പോൾ ആ ഒരു വോളിയം ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ആ ഒരു പ്രഷർ നമുക്ക് ആ ഒരു ബോട്ടത്തിലായിരിക്കും കൂടുതലായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രഷർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു പെർപെൻഡിക്കുലർ ടു അറ്റ് എനി സ്പെസിഫിക് പോയിന്റ് ഓഫ് ദ ഫ്ലൂയിഡിലായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഒരു പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പെർപെൻഡിക്കുലർ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ആൻ ഒബ്ജക്ട് പെർ യൂണിറ്റ് ഏരിയ ഓവർ വിച്ച് ദ ഫോഴ്സ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ആൻ ഒബ്ജക്ട്. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യുന്നത് പാസ്കലിലാണ്. അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് പി ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നോർമൽ പ്രഷറിന്റെ ഇക്വേഷൻ എന്താണ്? പി ഈസ് ഈക്വൽ ടു എഫ് ബൈ എ ആണ്. പി എന്ന് പറഞ്ഞാൽ പ്രഷർ ആണ്, ഫോഴ്സ് ആണ് എഫ്, എ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ടോട്ടൽ ഏരിയനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് നമുക്ക് ജനറൽ ആയിട്ട് പ്രഷറിനുള്ളൊരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രഷർ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ the weight of an object always exert a downward force due to gravity. അപ്പോൾ നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഒരു ഡൗൺവേർഡിലേക്ക് ആയിരിക്കും വരുന്നത്. കാരണം എന്താണ്? ആ ഒരു ഗ്രാവിറ്റി കാരണം അല്ലെ, ഡൗൺവേർഡ് ഫോഴ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. കാരണം എന്താണ്? ആ ഒരു ഭൂമിയുടെ ഗ്രാവിറ്റി വരുന്നതുകൊണ്ടാണ്. ഓക്കെ. സോ പ്രഷർ exerted by an any given object which is directly dependent on the object surface area. ആ ഒരു ഒബ്ജക്റ്റിന്റെ സർഫസ് ഏരിയനെ ഡയറക്റ്റ് ആയിട്ട് ഡിപെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഒരു ഗ്രൗണ്ടുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന പോർഷൻ, അതല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിന് എവിടെയാണോ നമ്മൾ സർഫേസിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഏരിയ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഡിപെൻഡബിൾ ആണ് ഏത്? ആ ഒരു പ്രഷർ എന്ന് പറയുന്നത്, ഒരു ഒബ്ജക്റ്റിലേക്ക് വരുന്ന പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻസ്റ്റന്റിൽ ഒരു പ്രഷർ അപ്ലൈഡ് ബൈ ദ വെയിറ്റ് ഓഫ് എ പെൻസിൽ ബോക്സ് placed on a table would directly fall on the surface of the pencil box. For example പറയുകയാണ്, അപ്പോൾ ഞാനൊരു പെൻസിൽ ബോക്സിലേക്ക് നമ്മളൊരു വെയിറ്റ് കൊടുക്കുന്നത് പറയുന്നത് അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു പെൻസിൽ ബോക്സ് എവിടെയാണ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത് ആ സർഫേസിന് ഡയറക്റ്റ് ആയിട്ട് ഡിപെൻഡ് ആയിരിക്കും അല്ലെ. അതായത് ഡയറക്റ്റ് ടച്ച് ആണ് ആ ഒരു സർഫേസ്, ടേബിളിന്റെ സർഫേസുമായിട്ട് ആ ഒരു പെൻസിൽ ബോക്സ് എന്ന് പറയുന്നത് നമുക്കൊരു ഡയറക്റ്റ് ടച്ച് ആണ് വരുന്നത് അല്ലെ. അപ്പോൾ ആ ഒരു ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ട് വരുന്ന ആ ഒരു വെയിറ്റ് അല്ലെങ്കിൽ ആ ഒരു സർഫേസുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് വരുന്ന ആ ഒരു പ്രഷറിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? P is equal to W by A എന്നാണ്. Okay, P is equal to W by A, where P is the pressure ആണ്, W എന്ന് പറഞ്ഞാൽ എന്താണ്? which is weight of that object. ആ ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ്, A എന്ന് പറയുന്നത് ഏരിയ ആണ്. അപ്പൊ ഈ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സർഫേസുമായിട്ട് ഡയറക്റ്റ് ടച്ചിലുള്ളതായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, അതാണ് P is equal to W by A എന്ന് പറയുന്നത്. ഇനി ലിക്വിഡ് പ്രഷർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത് ഒരു ഡയറക്ട്ലി റിലേറ്റഡ് ആണ്, ആ ഒരു ഡെപ്ത് ഓഫ് ദ ഫ്ലൂയിഡിന് ഡയറക്ട്ലി റിലേറ്റഡ് ആണ് ഈ പറയുന്ന ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത്. അതായത് ഒരു ഫ്ലൂയിഡിന്റെ അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡിന്റെ ഡെപ്ത് ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് ആ ഒരു ലിക്വിഡിന്റെ പ്രഷറും നമുക്ക് ഇൻക്രീസ് ആകും. ഓക്കെ, അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലോവർ സർഫേസ് ലെവലിൽ നമുക്ക് കൂടുതൽ പ്രഷർ ആയിരിക്കും. ഓക്കെ, ഹയർ ലെവലിനേക്കാൾ ആ ഒരു ലോവർ ലെവലിൽ നമുക്ക് പ്രഷർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പൊ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് നമുക്കുള്ള പ്രഷറും കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലിക്വിഡിന്റെ ഡെപ്ത് കൂടുമ്പോൾ എന്താ നമുക്ക് വരുന്നത്? പ്രഷർ നമുക്ക് കൂടുന്നുണ്ട്. അപ്പൊ നമുക്ക് ബെറ്റർ എക്സാമ്പിൾ നമുക്ക് ഒരു ഓഷ്യനിൽ നോക്കൂ. ആ ഒരു ഡീപ്പർ ഡെപ്ത് ഓഫ് ദ ഓഷ്യനിൽ നമുക്ക് ഗ്രേറ്റർ എമൗണ്ട് ഓഫ് പ്രഷർ ആയിരിക്കും ഉണ്ടാകുന്നത്. എന്നാൽ സർഫേസിൽ എന്ന് പറയുന്നത് പ്രഷർ നമുക്ക് കുറവായിരിക്കും. അപ്പൊ ഓഷ്യൻ ഫ്ലോറിൽ നമുക്ക് മാക്സിമം amount ഓഫ് പ്രഷർ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മുകളിൽ നിന്ന് താഴത്തേക്ക് പോകും തോറും പ്രഷറിന്റെ ആ ഒരു ഇത് കൂടും അല്ലെ. ആ ഒരു പ്രഷർ കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് നമുക്ക് ആ ഒരു അണ്ടർ പോർഷനിലായിരിക്കും നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഒരു ലിക്വിഡ് പ്രഷറിന്റെ അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡ് പ്രഷറിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? റോ ജി എച്ച് ആണ്. ദാറ്റ് ഈസ് ലിക്വിഡ് പ്രഷർ വിച്ച് ഇസ് ഈക്വൽ ടു റോ ജി എച്ച്. അപ്പൊ റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആണ്. ജി എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആൻഡ് എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഡെപ്ത് ഓഫ് ദി ലിക്വിഡ് ആണ്. ഇതാണ് ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത്. ഇനി പ്രഷർ ഇൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഓക്കെ, സോ പ്രഷർ on any surface always exert inward direction at any given surface അല്ലെ. ഒരു ഏതൊരു given സർഫേസിൽ നമുക്ക് ഒരു ഇൻവേർഡ് ഡയറക്ഷനിലായിരിക്കും നമുക്ക് ആ ഒരു പ്രഷർ വരുന്നത്. അപ്പൊ പ്രഷർ നമ്മൾ എപ്പോഴും ഒരു പാസ്കൽ യൂണിറ്റിലാണ് അല്ലെങ്കിൽ PA അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാണ് വരുന്നത്? 14.70 PSI, അതല്ലെങ്കിൽ 101.325 കിലോ പാസ്കൽ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഒരു പ്രഷർ നമ്മളൊരു ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് 3 ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അതിലൊരു റോൾ വരുന്നത്. എന്തൊക്കെയാണ്? ഗ്രാവിറ്റി, പ്രഷർ ഫോഴ്സസ് ആൻഡ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ വിസ്കീഷ്യസ് ഫോഴ്സ് എന്ന് പറയും നമ്മൾ. അപ്പൊ ഈ 3 പാരാമീറ്റേഴ്സ് ആണ് ഈ ഒരു പ്രഷർ ഇൻ ഫ്ലൂയിഡ് മെക്കാനിക്സിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്താ പറയുക എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഗ്രാവിറ്റി, പ്രഷർ ഫോഴ്സസ് ആൻഡ് ഫോഴ്സസ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 ടൈപ്പ്
different types of pressures നമുക്ക് മെയിൻലി ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് ദ അബ്സല്യൂട്ട് പ്രഷർ, സെക്കൻഡ് വൺ ഈസ് ദ ഗേജ് പ്രഷർ ആൻഡ് തേർഡ് വൺ ഈസ് ദി വാക്വം പ്രഷർ. അപ്പൊ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് മെഷേർഡ് അറ്റ് പ്രഷർ ലെവൽ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പൊ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് പ്രഷർ ലെവൽ 0 ഉള്ളപ്പോൾ മെഷർ ചെയ്യുന്നതാണ്. സോ അബ്സല്യൂട്ട് പ്രഷർ ക്യാൻ ഓൾസോ ബി കൺസിഡർഡ് ആസ് ദി പെർഫെക്റ്റ് വാക്വം. അപ്പൊ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പെർഫെക്റ്റ് വാക്വം ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ പി എന്ന് പറഞ്ഞ ഒരു ലെറ്റർ ആണ്, സ്മോൾ ലെറ്റർ പി ആണ് അബ്സല്യൂട്ട് പ്രഷറിനെ ഡിനോട്ട് ചെയ്യുന്നത്. അത് ഓൾമോസ്റ്റ് നമുക്ക് ആ ഒരു തെർമോഡൈനാമിക് പ്രഷറിന് ഈക്വലറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സിമിലർ പ്രഷർ ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് നമ്മളൊരു പ്രഷർ ലെവൽ 0 ഉള്ളപ്പോൾ മെഷർ ചെയ്യുന്ന പ്രഷറാണ് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. ഇത് ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ കോമൺലി നമ്മൾ പറയുന്നതിനെ ഓവർ പ്രഷർ എന്ന് പറയും. ഓക്കെ, അതായത് ഒരു റിലേറ്റീവ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഒരു റിലേറ്റീവ് ചെയ്തിട്ട് ഒരു മെഷർ ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു പെർഫെക്റ്റ് വാക്വത്തിന്റെ കേസിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് അറ്റ് 0 എന്ന് പറയുന്നത് നമുക്ക് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു കേസ് ഓഫ് പെർഫെക്റ്റ് വാക്വത്തില് അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു 0-യിലായിരിക്കും നിൽക്കുന്നത്. അപ്പൊ ഗേജ് പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് അതിന് സെയിം ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് വാക്വം പ്രഷർ ആണ്. അപ്പൊ ഈ ഒരു വാക്വം പ്രഷർ നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗേജ് പ്രഷർ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കണക്ഷൻ വരുമ്പോൾ, ഓക്കെ, കണോട്ടേഷൻ വരുമ്പോൾ, അതല്ലെങ്കിൽ നമുക്കൊരു റിലേറ്റീവ് ആയിട്ട് ഒരു അബ്സല്യൂട്ട് പ്രഷർ ഉള്ള സമയത്ത് നമുക്ക് ഈ പറയുന്ന വാക്വം പ്രഷർ മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, മെയിൻലി 3 ടൈപ്സ് ഓഫ് ഡിഫറെന്റ് പ്രഷേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ടോട്ടലി നമ്മൾ ഈ ഒരു പ്രഷർ ഡ്യൂ ടു ഫ്ലൂയിഡിൽ നമ്മൾ എന്തൊക്കെയാ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കൺക്ലൂഷൻ പോലെ പറയാം. പ്രഷർ ഡ്യൂ ടു ഫ്ലൂയിഡ് കോളം എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപെൻഡ് ചെയ്യുന്നത്? വേരിയസ് ഫാക്ടേഴ്സിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഒരു എമൗണ്ട് ഓഫ് പ്രഷർ എക്സേർട്ട് ചെയ്തിരിക്കുന്ന സർഫേസിനെ, അതുപോലെ തന്നെ ആ കണ്ടെയ്നർ ഓഫ് ഫ്ലൂയിഡ് മെറ്റീരിയൽസ്, ഇതിനൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് നോക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ എക്സേർഷൻ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ആ ഒരു ഫ്ലൂയിഡ് ആക്സലറേഷൻ ആണ്. ആ ഒരു ഫ്ലൂയിഡിന്റെ എന്താ പറയുക, ആ ഒരു ഫാക്ടേഴ്സ് എന്തൊക്കെ റെസ്പോൺസിബിൾ ആണ്, ആ ഒരു പ്രഷർ, ആ ഒരു ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിന് എന്തൊക്കെ റെസ്പോൺസിബിൾ ആണെന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഓഫ് ദ ഫ്ലൂയിഡ് റെസ്പോൺസിബിൾ ആണ്. അതുപോലെ തന്നെ ഗ്രാവിറ്റി, വെയിറ്റ്, ഡെൻസിറ്റി, ഇതൊക്കെ അതിന് റെസ്പോൺസിബിൾ. അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പറയുന്ന പ്രഷർ ഇക്വേഷനിൽ നമുക്ക് വരുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡെൻസിറ്റി വരുന്നുണ്ട് അല്ലെ. ഇതൊക്കെ നമുക്ക് അതിൽ ഡിപെൻഡബിൾ ഫാക്ടേഴ്സ് ആണെന്ന് പറയാം. അതേപോലെ തന്നെ ഒരു ഡീപ്പസ്റ്റ് ഡെപ്തിൽ ഉണ്ടാവുന്ന പ്രഷർ എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ആയിരിക്കും. നമുക്ക് ആ ഒരു സർഫേസ് ലെവലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡീപ്പസ്റ്റ് ലെവൽ വരുന്ന ആ ഒരു ലിക്വിഡിന്റെ ഏറ്റവും ഡീപ്പസ്റ്റ് ലെവലിൽ വരുന്ന പ്രഷർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കാരണം ലിക്വിഡിന് ആ ഒരു ബോട്ടം കണ്ടെയ്നറിൽ ഒരു ക്യാരി വെയിറ്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. ഓക്കെ, ആ സർഫേസിൽ നിന്ന് ബോട്ടത്തിലേക്ക് പോകും തോറും ലിക്വിഡിന്റെ വെയിറ്റ് നമുക്ക് കൂടുതലാണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഏരിയകളിൽ നമുക്ക് പ്രഷർ എന്ന് പറയുന്നത് കൂടുതൽ കമ്പാരിറ്റീവ്ലി ടു ദ സർഫേസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു പ്രഷർ ഓൺ ഫ്ലൂയിഡ് എന്നുള്ള ഒരു ടോപ്പിക്കിന്, അല്ലെങ്കിൽ പ്രഷർ ഡ്യൂ ടു ഫ്ലൂയിഡ് എന്നുള്ള ഒരു ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.